ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശ്വാസം അത് വേരുറയ്ക്കാൻ ഒരു മണ്ണ് വേണം. അത്തരത്തിൽ സ്നേഹത്തിന്റെ വിളഭൂമി വിശ്വാസത്തിന്റെ വിത്ത് വിതച്ച് രൂപപ്പെട്ട ഒരു കൂട്ടായ്മ. ആ കെട്ടുറപ്പിൽ പടുത്തുയർത്തപ്പെട്ട മതബോധന കമ്മീഷന്റെ പുതിയൊരു ചുവടുവയ്പ്. നല്ല ഓർമ്മകളുടെയും നേട്ടങ്ങളുടെയും രൂപാന്തരണത്തിന്റെയും ഒരു അധ്യയന വർഷം കൂടി അവസാനിക്കുമ്പോൾ ഓർമ്മയുടെ ഫ്രെയിമിലേക്ക് ഒരു ക്ലിക്ക്. തൻ്റെ ജീവശ്വാസം നമ്മിലേക്ക് നൽകി ജീവനും ജീവിതവും നൽകിയ നാഥൻ. സർവചരാചരങ്ങളിലും അവിടുത്തെ ശ്വാസം മാത്രം. നാം ആയിരിക്കുന്ന ചുറ്റുപാടിൽ നമുക്ക് ദൈവശ്വാസം നുകർന്ന് അനേകർക്ക് പ്രത്യാശയുടെ തീർത്ഥാടകരായി തീരാം. ദൈവം നൽകിയ താളന്തുകൾ ദൈവമഹത്വത്തിനായി വിനിയോഗിക്കുമ്പോഴാണ് അതിന് ശോഭയേറുന്നത്. ഡിജിറ്റൽ യുഗത്തിന്റെ ഈ കാലഘട്ടത്തിൽ കാലം മായ്ക്കാത്ത മാഞ്ഞു പോകാത്തൊരു നല്ല ഓർമ്മകളുടെ ഏടായി കലാമൂല്യങ്ങൾ ഒട്ടും ചോരാതെ ക്രൈസ്തവ വിശ്വാസത്തിൽ ചാലിച്ച് കാലിക പ്രസക്തമായി വരും കാലത്തിലേക്ക് ഒരു ചുവട് മുന്നേ സെന്റ് ഫ്രാൻസിസ് സേവ്യർ ചർച്ച് നെടുവിള മതബോധന സമിതി നിങ്ങൾക്ക് മുന്നിൽ തുറന്നു വയ്ക്കുന്നു. ന്യൂമ, ദൈവത്തിന്റെ ശ്വാസം. പ്രിയപ്പെട്ടവരെ, നെടുവിള സെന്റ് ഫ്രാൻസിസ് ചർച്ചിലെ മതബോധന കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥിനികളുടെ കലാ സാഹിത്യ വാസനകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി അണിയിച്ചൊരുക്കുന്ന ഡിജിറ്റൽ മാഗസിൻ ന്യൂമ എല്ലാവർക്കും വളരുവാനും പ്രത്യേകിച്ച് ബൈബിൾ ജ്ഞാനം നേടുവാനും ഉതകുന്ന ഒന്നാകട്ടെ എന്നും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ഈ ഉദ്യമത്തിൽ പങ്കുചേരുന്ന ഇടവകയിലെ എല്ലാ മതബോധന അധ്യാപകരെയും വിദ്യാർത്ഥിനികളെയും ഞാൻ പ്രത്യേകമായി അനുമോദിക്കുന്നു. ഇക്കാലഘട്ടത്തിൽ ക്രിസ്തുവിജ്ഞാനീയം സമ്പാദിക്കുവാൻ, സഭയെക്കുറിച്ച് അറിയുവാൻ, ആനുകാലികമായ കാര്യങ്ങളെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കല്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് കലയിലൂടെയും സാഹിത്യത്തിലൂടെയും ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഒരുപക്ഷെ ഗാനത്തിലൂടെ, അല്ലെങ്കിൽ ഒരു ചിത്രത്തിലൂടെ, അതെല്ലാം ഒരു കവിതയിലൂടെ ഒക്കെ നമുക്ക് ഒത്തിരി ആശയങ്ങൾ പങ്കിടുവാനായിട്ട്. അത്തരത്തില് ന്യൂമ ഏവർക്കും പ്രചോദനം നൽകുന്ന, ആവേശം പകരുന്ന ഒരു ഡിജിറ്റൽ മാഗസിൻ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇടവക വികാരിക്കും, പാരിഷ് കൗൺസിലിനും, അതുപോലെ തന്നെ ഇടവകയിലെ എല്ലാവർക്കും സ്നേഹാശംസകൾ നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. പ്രിയമുള്ളവരെ, നെടുവിള ഇടവകയിലെ മതബോധന കമ്മീഷൻ ഒരു ഡിജിറ്റൽ മാഗസിൻ പുറത്തിറക്കുന്നു എന്നറിയില്ലേ, അതിയായ സന്തോഷമുണ്ട്. നെടുവിള ഇടവകയിലെ മതബോധനം എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. കഴിഞ്ഞ വർഷം പുറമേ തലത്തിലുള്ള ഉദ്ഘാടനം ആ ഇടവകയിൽ വെച്ചാണ് നടത്തിയത്. ഞാനായിരുന്നു അന്ന് ഉദ്ഘാടനം ചെയ്യാനായിട്ട് വന്നത്. വളരെ മനോഹരമായിട്ട് എല്ലാം നന്നായിട്ട് ക്രമീകരിച്ച്, കൊച്ചുമക്കൾ ഉൾപ്പെടെ എല്ലാവരും യൂണിഫോമൊക്കെ ഇട്ട് വളരെ നന്നായിട്ട് നിന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. തുടർന്നും പല പ്രാവശ്യം ഇടവകയിൽ വരാൻ സാധിച്ചു. അവിടെ വിശ്വാസ പരിശീലനം, പ്രത്യേകിച്ച് മതബോധന രംഗം വളരെ സജീവമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നതിൽ അതിയായിട്ടുള്ള സന്തോഷമുണ്ട്.
കഴിഞ്ഞ പ്രാവശ്യം നടത്തിയ എക്സിബിഷനിലും ചെറിയ ഇടവകളുടെ കൂട്ടത്തിൽ 1ാം സ്ഥാനം നേടുവാനായിട്ട് നെടുവിള ഇടവകയ്ക്ക് സാധിച്ചു. ഇടവകയിലെ നടത്തുന്ന മതബോധന പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേരുന്നു. വരും വർഷം കൂടുതൽ പ്രവർത്തിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. ഈ വർഷം ചെയ്ത എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നു. വരും വർഷത്തേക്ക് എല്ലാവിധ ആശംസകളും നേരുകയും ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞു. നെടുവിള ഫ്രാൻസിസ് സേവ്യർ ദേവാലയത്തിലെ മതബോധന ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരവും അഭിമാനകരവുമായ ഒരു നിമിഷത്തിന് നാം സാക്ഷികളാവുകയാണ്. കാരണം മതബോധന അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് ഒരു ഡിജിറ്റൽ മാഗസിൻ പുറത്തിറക്കുവാൻ തയ്യാറാവുകയാണ്. അതിന് നൽകപ്പെട്ടിരിക്കുന്ന പേര് ന്യൂമ എന്നാണ്. ന്യൂമ എന്ന ദൈവത്തിന്റെ ശ്വാസം എന്നാണ് അർത്ഥം. നമ്മുടെ മക്കളുടെ കലാവാസന വർദ്ധിക്കുവാൻ, അത് വിശ്വാസപരമായി മറ്റെല്ലാ തലങ്ങളിലേക്കും വ്യാപിക്കുവാനും ഈ മാഗസിൻ ഉപകരിക്കുമാറാകണം. ഉണങ്ങിപ്പോയ അസ്ഥികളിലേക്ക് കർത്താവിന്റെ ശ്വാസം പതിച്ചപ്പോൾ ജീവനുള്ളതായി മാറിയിരുന്നു. നമ്മുടെ എല്ലാ കുഞ്ഞു മക്കളുടെ ഈ കലാവാസനയിലും അവരുടെ ജീവിതത്തിലും കർത്താവിന്റെ ശ്വാസം പതിക്കുകയും വരണ്ടുപോയ ഉണങ്ങിപ്പോയ എല്ലാ മേഖലയിലും വിശ്വാസ ദീപം തെളിക്കുവാൻ ഈ മാഗസിൻ ഉപകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ദേവാലയം നെടുവിള മതബോധന സമിതിയുടെ പ്രവർത്തന ഭാഗമായി പ്രസിദ്ധീകരിക്കുന്ന ന്യൂമ സ്മരണികയ്ക്ക് എല്ലാവിധ വിജയാശംസകളും ദൈവാനുഗ്രഹവും നേരുന്നു. ഞാൻ സിസ്റ്റർ അജിത, നെടുവിള സെൻറ്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ചർച്ചിലെ ഇടവക അംഗമാണ്. ഇന്ന് സെൻറ്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ചർച്ച് നെടുവിളയിലെ മതബോധന കമ്മീഷൻ്റെ നേതൃത്വത്തിൽ ദൈവത്തിൻ്റെ ശ്വാസം എന്നർത്ഥമുള്ള ന്യൂമ എന്ന ഡിജിറ്റൽ മാഗസിന് സംരംഭം കുറിക്കുന്നു എന്നറിഞ്ഞതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഒപ്പം ഈ ഇടവകയിലെ ഒരു അംഗമാകാൻ കഴിഞ്ഞതിലും എനിക്ക് സന്തോഷമുണ്ട്. യേശുവിനെ എല്ലാവരിലും എത്തിക്കുന്നതിന് വേണ്ടി ആരംഭിക്കുന്ന ഈ പ്രയത്നത്തിനും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൻ്റെ എല്ലാവിധമായ പ്രാർത്ഥനകളും ഭാവുകങ്ങളും നേരുന്നു. എത്രയും സ്നേഹബഹുമാനമുള്ള വികാരിച്ച മാതാപിതാക്കളെ, പ്രിയപ്പെട്ട മതബോധന വിദ്യാർത്ഥികളെ, നെടുവിള സെൻറ്റ് ഫ്രാൻസിസ് ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനമുള്ള ഒരു കാര്യമാണ് നമ്മൾ ന്യൂമ എന്ന പേരിൽ ഒരു ഡിജിറ്റൽ ആൽബം മതബോധന കമ്മീഷൻ നേതൃത്വത്തിൽ ഇവിടെ തയ്യാറാക്കുമ്പോൾ നമുക്ക് ഏറെ അഭിമാനവും ഏറെ സന്തോഷവും തോന്നുന്നു. ന്യൂമ ബ്രീത്ത് അപ്പ്, ദൈവത്തിൻ്റെ ശ്വാസം ഉൾക്കൊള്ളും, ദൈവത്തിൻ്റെ ഹിതം അനുസരിക്കും. മതബോധനം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്നവരാണ്, ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. സഭയോടും വൈദികരോടും ഒപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു നല്ലൊരു സമൂഹമാണ് നെടുവിള ഇടവകയിലുള്ളത്. ഈ സമൂഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ബാക്കി പത്രമാണ് ഇന്നീ കാണുന്ന ന്യൂമ. നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളുടെ വിവിധങ്ങളായ കലാസൃഷ്ടികളെല്ലാം ചേർത്തുകൊണ്ടാണ് ഒരു ഡിജിറ്റൽ ആൽബം ഇവിടെ തയ്യാറാക്കുന്നത്. ഇത് നമ്മുടെ വിശ്വാസപരമായ വളർച്ചയ്ക്കും നമ്മുടെ സഭയോടുള്ള കൂട്ടായ്മയ്ക്കും ഇത് ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം ഇതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാ മതബോധന അധ്യാപകരെയും ഭാരവാഹികളെ അഭിനന്ദിക്കുകയും എല്ലാവർക്കും എല്ലാവിധ പ്രാർത്ഥനാശംസകളും നേരുന്നു. ചരിത്ര സ്മൃതികൾ ഉറങ്ങുന്ന സാംസ്കാരിക പൈതൃകം ഉൾക്കൊള്ളുന്ന തെക്കൻ കേരളത്തിൻ്റെ ഭാഗമായ പാറശാല ഗ്രാമത്തിൽ ഉൾപ്പെട്ട അതിഗ്രാമീണ മേഖലയാണ് നെടുവിള. കൃഷിയും കൂലിപ്പണിയും ഉപജീവന മാർഗമായി സ്വീകരിച്ചുകൊണ്ട് ഭാവി തലമുറയ്ക്ക് വേണ്ടി സ്വരുക്കൂട്ടുന്ന സാധാരണക്കാരൻ്റെ നാട്. ഇതൊക്കെയാണ് ഈ ഗ്രാമീണ മേഖലയുടെ പുറംകാഴ്ചകൾ. മാറിയ ലോക സാഹചര്യങ്ങളോട് പടപൊരുതാൻ
നന്നേ വേവലാതിപ്പെട്ടിരുന്ന ആ പനകയറ്റ് തൊഴിലാളികളുടെ ഇടയിലേക്ക് ആത്മീയതയുടെ വിത്ത് വിതയ്ക്കണമെന്ന് രൂപതാമെത്രാന് തോന്നി. ആത്മീയ ദാരിദ്ര്യത്താൽ മരവിച്ചുപോയ സാഹചര്യത്തിൽ നാളെയുടെ വിശ്വാസ പ്രമാണത്തിന് പുത്തൻ ഉണർവേകാൻ 1965 ആദ്യം കടന്നു വന്നത് ഫാദർ അഗസ്റ്റിൻ ദേവ് ആയിരുന്നു. നെടുവാൻവിള ഹോളി ട്രിനിറ്റി ഇടവകയുടെ ഭാഗമായിരുന്ന നെടുവിളയിലെ ജനങ്ങളുടെ സൗകര്യാർത്ഥം അദ്ദേഹം 50 സെന്റ് സ്ഥലം വാങ്ങി താൽക്കാലിക ഷെഡ് നിർമ്മിക്കുകയും അതിൽ ആരാധനയും മതബോധനവും നടത്തിയിരുന്നു. ഇതായിരുന്നു ഇടവകയുടെ ആദ്യകാല ചരിത്രം. പരിമിതികൾക്കിടയിൽ നിന്നുകൊണ്ട് 1981 ഫാദർ ജസ്റ്റിൻ പീറ്റർ ദേവാലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ഫാദർ റൂബസ്റ്റ് പായ്സ്ലിൻ നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തു. 1987 ഡിസംബർ 19 ദേവാലയത്തിന്റെ ആശീർവാദന കർമ്മം നിർവഹിക്കപ്പെട്ടു. ഫാദർ വിൽസൺ കെ പീറ്റർ ഇടവക ജനങ്ങളുടെ സഹകരണത്തോടെ പണികഴിപ്പിച്ച കെട്ടിടം സെന്റ് സേവിയേഴ്സ് നേഴ്സറി സ്കൂൾ എന്ന പേരിൽ ആശീർവദിക്കപ്പെട്ടു. 2002 അന്നത്തെ ഇടവക വികാരി ഫാദർ CT രാജ് ഇടവക ജനങ്ങളുടെ ചിരകാല സ്വപ്നമായ ദേവാലയത്തിലേക്കൊരു റോഡ് യാഥാർത്ഥ്യമാക്കിയത് ഇടവകയുടെ വളർച്ചയുടെ നാഴികക്കല്ലായി തീർന്നു. 2010 റവറന്റ് ഫാദർ ജോസഫ് സേവ്യർ ഇടവക വികാരിയായിരിക്കുമ്പോൾ സമരിയ BCC യൂണിറ്റിലെ ശ്രീമാൻ മാധവൻ നൽകിയ വസ്തുവിൽ സെന്റ് ആന്റണിയുടെ പേരിൽ ഒരു കുരിശടി നിർമ്മിക്കുകയുണ്ടായി. കൂടാതെ ഇസ്രയേൽ BCC യൂണിറ്റിൽ ശ്രീമാൻ സുന്ദരൻ സ്വന്തമായി നിർമ്മിച്ചിരുന്ന വിശുദ്ധ മിഖായേൽ മാലാഖയുടെ കുരിശടി ഇടവകയ്ക്ക് സമർപ്പിക്കുകയും ചെയ്തു. 2014 റവറന്റ് ഫാദർ ജയരാജ് ഇടവക വികാരിയായിരിക്കുമ്പോൾ നേഴ്സറി കെട്ടിടം പുതുക്കി പണിയുകയും പാരിഷ് ഹാളായി നിർമ്മിക്കുകയും ചെയ്തു. നെടുവിള ഇടവകയിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള വൈദികരാണ് ഫാദർ അഗസ്റ്റിൻ ദേവ്, ഫാദർ R. പോൾ, ഫാദർ ജസ്റ്റിൻ പീറ്റർ, ഫാദർ വർഗീസ് ദാസ്, ഫാദർ ലെഡിസ്ലാവുസ് മെൻഡസ്, ഫാദർ റോബസ്റ്റ് പായ്സ്ലിൻ, ഫാദർ സെൽവിസ്റ്റർ പൊന്നുമുത്തൻ, ഫാദർ വിൽസൺ കെ പീറ്റർ, ഫാദർ യേശു R. ലാബറിൻ, ഫാദർ അഗസ്റ്റിൻ വരിക്കൽ, ഫാദർ ജോൺ ബാപ്റ്റിസ്റ്റ്, ഫാദർ CT രാജ്, ഫാദർ നിക്കോളാസ്, ഫാദർ ജോസ് കുഴിഞ്ഞാലിൽ, ഫാദർ ജോസഫ് സേവ്യർ, ഫാദർ ജയരാജ് JR, ഫാദർ റോബർട്ട് വിൻസെന്റ്, ഫാദർ ജോയി C, ഫാദർ AG ജോർജ്, സഹവികാരിമാരായി ഫാദർ റൈമണ്ട് ഷൈജു, ഫാദർ ബെൻഹർ, ഫാദർ ജോസഫ് തയ്യിൽ, ഫാദർ ഇമ്മാനുവേൽ ജോൺ. നെടുവാൻവിള, ഇടിച്ചിക്കപ്ലാമൂട് എന്നിവിടങ്ങളിലെ കോൺവെന്റിലെ സിസ്റ്റേഴ്സിന്റെ സേവനത്തിനു ശേഷം ദീർഘകാലത്തേക്ക് ഐര സെന്റ് ആൻസ് കോൺവെന്റിലെ സിസ്റ്റേഴ്സിന്റെ സേവനം ലഭ്യമായിരുന്നു. അവരിൽ സൗമ്യതയുടെയും അതിവിനയത്തോടും കർമ്മനിരതയും സുദീർഘമായി സേവനം ചെയ്ത സിസ്റ്റർ കൊച്ചിത്രേസ്യയെ ഏറെ നന്ദിയോടെ ഈ സമയം ഓർക്കുന്നു. വിശ്വാസദീപം തെളിച്ച് കടന്നുപോയ പൂർവികരുടെ അനുഗ്രഹത്താലും ദൈവിക ചൈതന്യത്താലും അവിടത്തെ വിളഭൂമിയിലേക്ക് വേലയ്ക്കായി ഇടവകയിൽ നിന്നും ശ്രീമാൻ നെൽസന്റെയും പരേതയായ ശ്രീമതി നിർമ്മലയുടെയും മകളായ അജിതയെ വിളിച്ചത് ദൈവാനുഗ്രഹത്തിൻ്റെ ഉത്തമോദാഹരണം മാത്രം. ജോസഫ് കൊത്തലങ്കോ സന്യാസ സഭയിൽ സേവനം ചെയ്യുന്ന സിസ്റ്റർ അജിതയ്ക്ക് എല്ലാവിധ പ്രാർത്ഥനാശംസകളും സ്നേഹാദരവും നേരുന്നു. തുടർന്ന് വന്ന വൈദികരുടെ ശ്രമഫലമായി ഇടവകയുടെ ആത്മീയവും ഭൗതികവുമായ സാഹചര്യങ്ങൾ മെച്ചപ്പെടുകയും 110 കുടുംബങ്ങൾ അടങ്ങുന്ന വലിയൊരു വിശ്വാസ സമൂഹമായി സെന്റ് ഫ്രാൻസിസ് സേവിയർ ചർച്ച് നെടുവിള രൂപാന്തരപ്പെടുകയും ചെയ്തു. 2023 മെയ് 7 അഭിവന്യ വിൽസൺ സാമുവൽ പിതാവിൻ്റെ അജപാലന സന്ദർശന വേളയിൽ അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ ഫലമായി ഐര ഇടവകയിൽ നിന്നും നെടുവിളയെയും നെടുവാൻവിളയിൽ നിന്നും മുണ്ടപ്ലാവിളയും ചേർത്ത്
പ്രത്യേക പരോക്യൽ ഡിസ്ട്രിക്റ്റായി പ്രഖ്യാപിക്കുകയും പ്രീസ്റ്റ് ഇൻ ചാർജായി റവറൻഡ് ഫാദർ ഇമ്മാനുവേൽ ജോൺ OCDയെ നിയമിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് ഇടവകയിൽ പൂർത്തീകരിച്ച പരോക്യൽ ഹൗസ് 2024 ഓഗസ്റ്റ് 12 ആശീർവദിക്കപ്പെട്ടു. പിന്നീടങ്ങോട്ട് വളർച്ചയുടെ നാളുകളായിരുന്നു. ഉറങ്ങിക്കിടന്നിരുന്ന ഒരു വിശ്വാസ സമൂഹത്തെ ആത്മീയമായും സാംസ്കാരികമായും സംഘടനാപരമായുമൊക്കെ മാറ്റിയെടുക്കുവാൻ റവറൻഡ് ഫാദർ ഇമ്മാനുവേൽ ജോൺ OCD വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഫെറോന, രൂപത, സംസ്ഥാന തലത്തിലെല്ലാം മതബോധന രംഗം അതിവേഗം ബഹുദൂരം വളർന്നു പ്രശോഭിച്ച വർഷങ്ങളായിരുന്നു ഈ കാലയളവ്. ആത്മീയതയുടെ നിറദീപമായി എല്ലാ ദിവസവും ദിവ്യകാരുണ്യ ആരാധനയും ദിവ്യബലിയുമായി നിരന്തരം ഒരു വിശ്വാസ സമൂഹത്തെ ഈശോയിലേക്ക് അടുപ്പിക്കുവാൻ കഴിയുന്നുവെന്നത് തികച്ചും ദൈവനിശ്ചയം മാത്രം. അനേകർക്ക് വിശ്വാസത്തിന്റെ വെള്ളി വെളിച്ചം വിതറി കുരിശിന്റെ തലയെടുപ്പോടുകൂടി ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിൽക്കുവാൻ ഇടവകയ്ക്ക് കഴിയുന്നുവെന്നത് തികച്ചും ചാരിതാർത്ഥ്യം മാത്രം. ഇടവകയുടെ സർവോന്മുഖ വളർച്ചയിൽ നിസ്തുല സംഭാവനകൾ നൽകി ഇടവക മക്കളുടെ ഹൃദയങ്ങളിൽ സുവർണ ലിപികളിൽ പേരെഴുതി ചേർത്തായിരുന്നു 2025 ഫെബ്രുവരി 24 ട്രാൻസ്ഫറായി ഇമ്മാനുവേൽ അച്ഛൻ മറ്റൊരു കർമ്മപദത്തിലേക്ക് പോയത്. നിലവിൽ റവറൻഡ് ഫാദർ സ്റ്റീഫൻ സിൽവാനോസ് OCD അച്ഛൻ്റെ ആധ്യാത്മിക ശിക്ഷണത്തിൽ ആത്മീയ, സാമൂഹിക, സാംസ്കാരിക, ശുശ്രൂഷ സംഘടനാ പ്രവർത്തനങ്ങളിലൂടെ മുന്നേറുന്ന സെന്റ് ഫ്രാൻസിസ് സേവിയർ ചർച്ച് നെടുവിള മതബോധന സമിതി തുറന്നുവയ്ക്കുന്നു ഒരു ഓർമ്മച്ചെപ്പ്. ന്യൂമ, ദൈവത്തിന്റെ ശ്വാസം. എന്റെയും നിങ്ങളുടെയും ശ്വാസം. ദൈവമേ തൃപ്പാദ പങ്കജെ താണുവണങ്ങി നമിച്ചിടുന്നു. ദിവ്യ ഗുരുവാമൻ യേശുവേ രക്ഷക പാവനാത്മാവെ സ്തുതിച്ചിടുന്നു. ത്രിത്വൈക ദൈവമേ തൃപ്പാദ പങ്കജെ താണുവണങ്ങി നമിച്ചിടുന്നു. ദിവ്യ ഗുരുവാമൻ യേശുവേ രക്ഷക പാവനാത്മാവെ സ്തുതിച്ചിടുന്നു. വിജ്ഞാന വിത്ത് മുളച്ചു വളരുവാൻ വിജ്ഞാനദായക കാത്തിടേണം. വിജ്ഞാന വിത്ത് മുളച്ചു വളരുവാൻ വിജ്ഞാനദായക കാത്തിടേണം. വിശ്വാസദാനത്തിൽ ഉന്നതരാകേണം, വിശ്വത്തിൻ ദീപമായി മേവിടേണം. വിശ്വാസദാനത്തിൽ ഉന്നതരാകേണം, വിശ്വത്തിൻ ദീപമായി മേവിടേണം. ത്രിത്വൈക ദൈവമേ തൃപ്പാദ പങ്കജെ താണുവണങ്ങി നമിച്ചിടുന്നു. ദിവ്യ ഗുരുവാമൻ യേശുവേ രക്ഷക പാവനാത്മാവെ സ്തുതിച്ചിടുന്നു.
സത്യവും ജീവനും മാർഗവുമായോനെ സൽപ്പാതെ ഞങ്ങൾ ചരിച്ചിടേണം. സത്യവും ജീവനും മാർഗവുമായോനെ സൽപ്പാതെ ഞങ്ങൾ ചരിച്ചിടേണം. സത്യസനാതന ദൈവമായ അങ്ങയെ കാണുവാൻ കണ്ണു തുറന്നിടേണം. സത്യസനാതന ദൈവമായ അങ്ങയെ കാണുവാൻ കണ്ണു തുറന്നിടേണം. ത്രിത്വൈക ദൈവമേ തൃപ്പാദ പങ്കജേ കാണുവണങ്ങി നമിച്ചിടുന്നു. ദിവ്യ ഗുരുവാമൻ യേശുവേ രക്ഷക പാവനാത്മാവെ സ്തുതിച്ചിടുന്നു. പാവനാത്മാവെ സ്തുതിച്ചിടുന്നു. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ. എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നുമെന്നിൽ കൃപ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ. പുല്ലുമാടവും പൂവണി മേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും നല്ല വാണിയായി നാവിൻ്റെ തുമ്പിലും നല്ല ചെയ്തിയായി എന്നുടെ കയ്യിലും നന്മയായി നീ നിറഞ്ഞിരിക്കണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവ ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവ ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഈ കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാം. എത്രയും മനോജ്ഞമായി സ്വഗേഹമായി ഭവിക്കണം. ഈ കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാം. എത്രയും മനോജ്ഞമായി സ്വഗേഹമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം.
ഞങ്ങൾക്കായി സഹനം സഹിച്ചോനേ, ലോകത്തിൻ പ്രകാശമാണെന്നീശോ, കുരിശിലെ നന്മയാണെന്നീശോ, ലോകത്തിൻ പ്രകാശമാണെന്നീശോ, കുരിശിലെ നന്മയാണെന്നീശോ. എന്താണ് വിശുദ്ധ ബൈബിൾ? മനുഷ്യനോട് സംസാരിക്കുന്നതിനു വേണ്ടി ദൈവം മനുഷ്യന്റെ ഭാഷയിൽ മനുഷ്യ ഗ്രന്ഥകാരന്മാരിലൂടെ എഴുതിയ പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. BC 1500 മുതൽ AD 100 വരെയുള്ള 1600 വർഷം കൊണ്ട് 40-ൽ പരം ഗ്രന്ഥകാരന്മാർ ദൈവിക നിവേശനത്താൽ ഹീബ്രു, ഗ്രീക്ക്, അരമായ എന്നീ ഭാഷകളിൽ ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് എന്നീ ഭൂഖണ്ഡങ്ങളിലിരുന്ന് പാപ്പറസ് ചെടിയുടെ തോലുകൾ, മൃഗത്തോലുകൾ, മെഴുകുഫലകകൾ, കൽഫലകകൾ എന്നീ പ്രതലങ്ങളിൽ വിശുദ്ധ ഗ്രന്ഥരചന നടത്തി. ഗ്രന്ഥകാരന്മാരിൽ രാജാക്കന്മാർ, വൈദ്യന്മാർ, പുരോഹിതന്മാർ, പ്രവാചകന്മാർ, ചുങ്കക്കാർ, പ്രഭുക്കന്മാർ, കവികൾ, പണ്ഡിതന്മാർ, മുക്വന്മാർ, ആട്ടിടയന്മാർ, കൃഷിക്കാർ തുടങ്ങി സമൂഹത്തിലെ വിവിധ തലങ്ങളിൽ നിന്ന് ഉള്ളവർ ഉൾപ്പെടുന്നു. ബൈബിളിലെ അവസാന ഗ്രന്ഥകാരനായ യോഹന്നാൻ അപ്പോസ്തലൻ ജനിക്കുന്നതിന് 1450 വർഷം മുമ്പ് ആദ്യ ഗ്രന്ഥകാരനായ മോശ ജനിച്ചു. ഇവർക്കിടയിൽ 600ഓളം തലമുറകൾ. ദാവീദ് യുദ്ധസമയങ്ങളിൽ, സോളമൻ സമാധാനവേളയിൽ, വിശുദ്ധ ലൂക്ക കപ്പൽ യാത്രവേളയിൽ, വിശുദ്ധ പൗലോസ് തടവറയിൽ, വിശുദ്ധ യോഹന്നാൻ പത്മസ് ദ്വീപിലെ ഏകാന്തതയിൽ വെച്ച് വിശുദ്ധ ഗ്രന്ഥരചന നടത്തി. എങ്കിലും തുടക്കം മുതൽ ഒടുക്കം വരെ ആശയവൈരുദ്ധ്യമില്ലാതെ ഒരു വ്യക്തി എഴുതിയ എന്ന പോലെ വിശുദ്ധ ബൈബിളിലെ 73 പുസ്തകങ്ങൾ പരസ്പരം ഉൾച്ചേർന്നിരിക്കുന്നു. വിശുദ്ധ ബൈബിൾ ഇന്നും കാലഘട്ടത്തെ അതിജീവിക്കുന്നു. രോഗികൾക്ക് സൗഖ്യവും ബന്ധിതർക്ക് വിടുതലും നൽകുന്ന അഭിഷേകത്തിൻ്റെ വചനം നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ വെന്തിരിക്കാൻ എടുക്കുക, തുറക്കുക, വായിക്കുക, ജീവിക്കുക. ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഉത്തരമില്ലാത്ത ചോദ്യങ്ങളിൽ ഞാനിരുന്നപ്പോൾ എൻ്റെ അമ്മ എനിക്ക് ഉത്തരമായി കൂടെയുണ്ടായിരുന്നു. ആ അമ്മയോട് ഞാൻ ദിനംപ്രതി സംസാരിച്ചത് ഈ ജപമാല വഴിയാണ്. ഇനിയും ഇതെന്നെ മുന്നോട്ട് തന്നെ നയിക്കും. വിശുദ്ധമാം സ്ഥലമിതു ദേവാലയം, യേശുരാജാവിൻ സ്വന്ത സ്ഥലം. ദേവാലയത്തിലായി ചെന്നിടുമ്പോൾ യേശുവും മാതാവും നിറഞ്ഞിടുന്നു. എന്നെ
വിശുദ്ധമാമീ തിരു ദേവാലയത്തിൽ അശുദ്ധിയോടാരും ചെല്ലരുതേ. വിശുദ്ധമാമീ തിരു ദേവാലയത്തിൽ അശുദ്ധിയോടാരും ചെല്ലരുതേ. പരിശുദ്ധ ദൈവത്തെ വാഴ്ത്തി പാടുന്ന വിശുദ്ധി തന്നിടമിതു ദേവാലയം. ദേവാലയം പുണ്യദേവാലയം, ഈശോ വസിക്കുന്ന ദേവാലയം. പാവനമാം ഈ പുണ്യാലയത്തിൽ ശുദ്ധ ഹൃദയത്താൽ ഒത്തുചേരാം. പാവനമാം ഈ പുണ്യാലയത്തിൽ ശുദ്ധ ഹൃദയത്താൽ ഒത്തുചേരാം. നൂറാളുകൾ ഓസ്തിയിൽ വാഴുന്ന ഈശോയെ കൈക്കൊള്ളും ദേവാലയം. ദേവാലയം പുണ്യദേവാലയം, ഈശോ വസിക്കുന്ന ദേവാലയം. കാലത്തിന്റെ ചുവരെഴുത്തുകൾ. ജീവിതം ഒരു പാഠപുസ്തകമാണ്, വായിച്ചു തീരാത്തൊരു പുസ്തകം. ഓരോ ദിവസവും അതിലെ ഓരോ അധ്യായങ്ങളാണ്. അതിന്റെ രചയിതാവോ യേശുവും. വരകളും വർണ്ണങ്ങളും കൊണ്ട് ആ ജീവിത പുസ്തകം മോടി പിടിപ്പിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. ഇത്തരത്തിൽ നമുക്ക് മുന്നിൽ തുറന്നു വച്ചൊരു പുസ്തകമുണ്ട്. അതാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ജീവിത പുസ്തകം. വായിച്ചെടുക്കുവാൻ തന്റെ ഹ്രസ്വ ജീവിതത്തിനിടയിൽ 1000 നല്ല അധ്യായം രചിച്ച ചെറുപുഷ്പം. ഓരോ വരികൾക്കിടയിലും ഈശോയോടും സ്വർഗ സൗഭാഗ്യത്തിന്റെ അനന്തതയുടെയും തീരാകഥകൾ പറഞ്ഞുവച്ച ബഹുമുഖ പ്രതിഭ. നമുക്ക് മുന്നിൽ കാലത്തിന്റെ വെല്ലുവിളിയായി തീർന്ന ജീവിതം. കടമനിട്ട എഴുതിയതുപോലെ, ജീവിതം നൽകുവാൻ മടിക്കുന്നതൊക്കെയും ജീവിച്ച് ജീവിതത്തോട് നേരിടും ഞാൻ. 24 വർഷത്തെ ചുരുങ്ങിയ ജീവിതത്തിനിടയിൽ തന്റെ ഈശോയെയും സന്യാസ ജീവിതവും സ്വർഗ സൗഭാഗ്യവും ആത്മാക്കളുടെ രക്ഷയും നേടിയ അമൂല്യ വ്യക്തിത്വം. ചിരിക്കാൻ അറിഞ്ഞുകൂടാത്ത മുഖം വിടരാത്ത മൊട്ടിന് സമമാണ്. അതിനാൽ വിശുദ്ധ കൊച്ചു ത്രേസ്യയെ പോലെ നാം ചിരിക്കണം. ആ ചിരി അനേകരിൽ പ്രസരിപ്പുളവാക്കണം. അടഞ്ഞ വാതിലുകൾക്ക് നേരെ നോക്കി പരിതപിച്ചും സങ്കടപ്പെട്ടും സമയം കളയാതെ തുറന്ന വാതിലുകൾക്ക് നേരെ മിഴി തുറന്ന് വെളിച്ചത്തെ പുൽകണം. ജീവിത വിശുദ്ധിയിലും പ്രാർത്ഥനയിലും ജാഗരണത്തിലും ഈശോയെ ജീവശ്വാസമായി ജീവിക്കണം. വിശുദ്ധി നിറഞ്ഞ ജീവിതം നയിച്ച അവൾക്ക് കത്തോലിക്ക സഭ വിശുദ്ധ എന്ന അമൂല്യ മുദ്ര ചാർത്തി. അനേകർ വണങ്ങുന്ന വിശുദ്ധയായി അവളെ അവിടുന്ന് രൂപപ്പെടുത്തി. ഇപ്രകാരം ജീവിതം നയിക്കുന്നവരെ കാത്തിരിക്കുന്നതും ഈ വിശുദ്ധിയാണ്. ജീവിച്ചിരിക്കുമ്പോൾ നല്ല മാതൃകകൾ നൽകണം. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് നെഞ്ചുറപ്പോടെ പറയാൻ കഴിയണം. കാലത്തിന്റെ യവനികൾക്കുള്ളിൽ മറയും മുൻപേ കാലത്തിന്റെ ചുവരെഴുത്തുകളായി തീരണം. ആ ചുവരെഴുത്തുകളിൽ ജീവിതത്താളുകളിൽ ഒരിക്കലും കടുപ്പമാകാത്ത ഹൃദയവും തളരാത്ത താല്പര്യവും മുറിവേൽപ്പിക്കാത്ത സ്പർശനവും സമ്പാദിച്ച് സുവർണ ലിപികളിൽ പേര് ചേർത്തി വായിക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ. വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ജീവിതം നൽകിയ മാതൃക പോലെ അനുഗ്രഹത്തിന്റെ കീർത്തനകളും റോസാ പുഷ്പങ്ങളും മറ്റുള്ളവരുടെ ജീവിതത്തിൽ വർഷിക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ. വിശുദ്ധ കൊച്ചു ത്രേസ്യയെ പോലെ പറഞ്ഞതുപോലെ, ഈശോയുടെ കയ്യിലെ പന്താണ് ഞാൻ. അവിടത്തേക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് എറിയാനും തട്ടിക്കളിക്കാനും പറ്റുന്ന സ്വതന്ത്രമുള്ള പന്ത്. അതെ, നമ്മൾ ഓരോരുത്തരും ഓരോ പന്താകണം. ഈശോയുടെ കയ്യിലെ പന്ത് വലിച്ചെറിയാനും തേടിപ്പിടിക്കാനും കളിപ്പിക്കാനും പറ്റുന്ന വെറുമൊരു പന്ത്. ഈ ബോധ്യത്തിൽ മുന്നോട്ട് ചരിക്കാം. സ്വയം തുരുമ്പെടുത്ത് തീരാതെ ഈശോയ്ക്ക് വേണ്ടി ഓടിത്തീരാൻ, സ്വയം പ്രകാശിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പ്രകാശമായി തീരാൻ, നക്ഷത്രമായി തീരാൻ നിങ്ങൾക്ക് കഴിയട്ടെ.
വള്ളികൾ. അടുത്തിടെയായി എനിക്ക് അല്പം അഹങ്കാരം കൂടിയതായി തനിയെ തോന്നി തുടങ്ങിയിരിക്കുന്നു. ശരിയാണോ? ഞാൻ കുറേയേറെ ആലോചിച്ചു. ശരിയാണെന്ന് വീണ്ടും തോന്നി. പാറശാല ഫെറോനയുടെ എക്സിബിഷന്റെ സർക്കുലർ വന്നതു മുതൽ കുട്ടികളൊക്കെയും എന്റെ പുറകെ തന്നെയാണ്. കളർ പേപ്പറിലും ബോളിലുമൊക്കെ കുട്ടികൾ എന്നെ വരയ്ക്കുന്നു, കളർ അടിക്കുന്നു, വള്ളിപ്പടർപ്പുകൾ തൂക്കിയിടുന്നു. അതിനേക്കാളേറെ സന്തോഷം എന്താണെന്നോ? കുരിശോട് ചേർത്ത് എന്നെ നിർത്തുന്നു. എന്താ പറയാ, എത്രയോ തവണ ഞാൻ പൂക്കുകയും കായ്ക്കുകയും ചെയ്തിരിക്കുന്നു. എന്നാലും ഞാനിന്ന് ശ്രദ്ധിക്കപ്പെടാൻ എത്രയോ വർഷങ്ങൾ വേണ്ടി വന്നു. സന്തോഷം കൊണ്ടാണെന്നറിയില്ല, എന്നിലെ മുന്തിരിപ്പഴങ്ങൾക്ക് മഴക്കാലമായിട്ട് കൂടി നല്ല മധുരമാ. ആ മധുരം എന്റെ മനസ്സിനെ വല്ലാതെ കുളിർപ്പിക്കുന്നുണ്ട്. നിങ്ങൾ അറിഞ്ഞോ എന്നെ സംബന്ധിച്ച ആ വലിയ രഹസ്യം? എന്നെപ്പറ്റി ബൈബിളിൽ പരാമർശിക്കുന്നുണ്ടത്രേ. ആ വരിക്ക് ചക്ക ഇന്നലെ ആ വലിയ രഹസ്യം പറഞ്ഞു. വിശുദ്ധ ഗ്രന്ഥത്തിൽ യേശു പറഞ്ഞു അത്രേ, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണെന്ന്. എന്റെ പൊന്നു തമ്പുരാനെ, എന്നെ നിന്നോട് ഉപമിച്ച് നിന്നിൽ ഈ ലോകവാസികളെ സങ്കല്പിക്കുമ്പോൾ എന്നിലൊരു കോരിത്തരിപ്പ് തന്നെ. വലിയൊരു ഉത്തരവാദിത്തമാണല്ലോ എന്റെ ചുമലിൽ വയ്ക്കപ്പെട്ടിരിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ ഉറങ്ങാൻ കഴിയുന്നില്ല. എന്നിലെ ഓരോ വള്ളികളും ഇല പൊഴിയാതെ സദാ ഫലം പുറപ്പെടുവിച്ച് ജീവിക്കാൻ ദൈവമേ ഞാനിതാ തീരുമാനിച്ചിരിക്കുന്നു. എന്തായാലും ആ പാറശാല ഫെറോന എക്സിബിഷൻ ടീം അംഗങ്ങളെ ഒന്ന് കാണണം. എന്റെ ഡിമാൻഡ് കൂട്ടിയതിന് എന്റെ വക ഒരു കുട്ടം മുന്തിരി പാരിതോഷികം കൊടുക്കണം. എല്ലാ ആളുകളും പോയി കണ്ടു. എന്റെ പലവിധ വേഷപ്പകർച്ചകളും കണ്ടപ്പോൾ അതിയായ സന്തോഷം. എന്റെ ഈ ലോക ജീവിതം കൂടുതൽ കൂടുതൽ സുന്ദരമായി തീർന്നിരിക്കുന്നു. നന്ദി ദൈവമേ, നന്ദി. സ്നേഹം തൂവെള്ളയായി അലിഞ്ഞിടുമ്പോൾ തൂവെണ്മ പോൽ മനം നിറഞ്ഞിടുമ്പോൾ അകതാരിലടിത്തട്ടിൽ നിറയുന്നു നാദ നന്ദി നറുമൊഴികൾ. അകതാരിലടിത്തട്ടിൽ നിറയുന്നു നാദ നന്ദി നറുമൊഴികൾ. വഴിത്താരയിൽ വഴിവിളക്കായിടുമ്പോൾ വന്നണയുന്നു നീ തിരുസന്നിധിയിൽ. വന്നണയുന്നു നീ തിരുസന്നിധിയിൽ. അഭയമേകൂ അലിവു തോന്നൂ തിരുവോസ്തിരൂപ എന്നിലലിഞ്ഞു ചേരൂ. കൈവെള്ളയിലെ സമ്മാനം. കുറച്ചു നാളായി ഞാൻ അവനെ ശ്രദ്ധിക്കുന്നു. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു. എന്നാൽ ചിലപ്പോഴെങ്കിലും അവൻ എന്നിൽ നിന്നെന്തോ മറയ്ക്കുന്നത് പോലെ. എൻ്റെ തോന്നൽ ശരിയാണെന്ന് എനിക്ക് കൂടുതൽ ബോധ്യമായി. അവനിപ്പോൾ കൂടുതൽ ഏകാന്തത ആഗ്രഹിക്കുന്നത് പോലെ. തനിച്ചിരിക്കുമ്പോൾ മൂകനായ അവൻ്റെ ചുണ്ടുകൾ ചെറുതായി മന്ത്രിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് അത് ഞാൻ ശ്രദ്ധിച്ചത്. ഒരു കൈ എപ്പോഴും മുറുകെ പിടിക്കുന്നുണ്ടായിരുന്നു. സന്തോഷം വന്നാലും സങ്കടം വന്നാലും ദേഷ്യം വന്നാലും ആ കൈകൾ കൂടുതൽ അമർത്തിപ്പിടിക്കുന്നത് പോലെ. ഇതിൻ്റെ സത്യം കണ്ടുപിടിച്ചേ മതിയാവൂ, ഞാനും തീരുമാനിച്ചു. നാളുകൾ കടന്നുപോയി. ഞാൻ അവൻ്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. അന്നാദ്യമായി ഞാൻ ആ സത്യം മനസ്സിലാക്കി. അവനിതാ നാളും മറച്ചു പിടിച്ച ആ വലിയ രഹസ്യം. അന്നെനിക്ക് മുമ്പിൽ ആദ്യമായി ആ കൈകൾ നിവർന്നു. ആ കൈവെള്ളയിലിതാ ഭദ്രമായി മുത്തുമണികളാൽ കോർത്തെടുത്ത 10 മണി ജപമാല. ആ മുത്തുമണികളുടെ തിളക്കം, ആ പരിശുദ്ധ ജപമാലയുടെ ശക്തി അവൻ്റെ കണ്ണുകളിൽ ഞാൻ കണ്ടു. തിരിച്ചു പോരാൻ നേരം കണ്ണുകൾ അടച്ചു പിടിക്കാൻ ആവശ്യപ്പെട്ട് എൻ്റെ കൈവെള്ളയിലെന്തോ സമ്മാനം അവൻ വച്ചു. ഞാൻ കണ്ണുകൾ തുറന്നു നോക്കി. അത് മറ്റൊന്നുമായിരുന്നില്ല, സൗഹൃദങ്ങൾ കൊണ്ട് കോർത്തെടുത്ത 10 മണി ജപമാല. നല്ലിടയം. കാണാതെ പോകുന്ന കുഞ്ഞാടി നിന്നെ കാണാമറ
പോയൊരു കുഞ്ഞാടിനെ പരിനീളത്തിടിയണഞ്ഞിടുന്നു. കണ്ടു കിട്ടും നേരമെന്നന്തരംഗം കാണാതെ കണ്ണുനീർ പൊഴിച്ചിടുന്നു. ഒരിക്കലും അണയാത്ത സ്നേഹമായെന്നും ഓമനയായെന്നും വാഴ്ക കുഞ്ഞേ. ഓർത്തിരിക്കാനോമനെ നിനക്കെന്നും കാത്തിരിക്കുന്നൊരു താതന്റെ രൂപമെന്നും എന്നല്ലിട എൻ്റെ രൂപമെന്നും എന്നല്ലിട എൻ്റെ രൂപമെന്നും. ആദ്യത്തെ അത്ഭുതം. ഒരിക്കൽ കാനായിലെ ഒരു വീട്ടിൽ കല്യാണം നടക്കുകയായിരുന്നു. യേശുവും ശിഷ്യന്മാരും ആ കല്യാണത്തിന് പങ്കെടുക്കുവാനെത്തി. യേശുവിൻ്റെ അമ്മയും കല്യാണത്തിന് വന്നു. അവരുടെ പ്രധാന വിഭവങ്ങളിൽ ഒന്നായിരുന്നു വീഞ്ഞ്. ആളുകൾ കൂടുതലായതുകൊണ്ട് വീഞ്ഞു തീർന്നുപോയി. ജോലിക്കാരാക്കി വിഷമത്തിലായി. വീഞ്ഞു തീർന്ന കാര്യം യേശുവിൻ്റെ അമ്മ അറിഞ്ഞു. യേശുവിൻ്റെ അമ്മ യേശുവിൻ്റെ അടുക്കൽ വന്നു പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല, വീഞ്ഞു തീർന്നുപോയി. അപ്പോൾ യേശു പറഞ്ഞു, എൻ്റെ സമയം ഇതുവരെ ആയിട്ടില്ല. യേശുവിൻ്റെ അമ്മ വേലക്കാരോട് യേശു എന്തെങ്കിലും കൽപ്പിച്ചാൽ അതുപോലെ ചെയ്യുവാൻ പറഞ്ഞു. അവിടെയുണ്ടായിരുന്ന 6 കൽപാത്രങ്ങളിലും വെള്ളം നിറയ്ക്കാൻ യേശു പറഞ്ഞു. അവർ വെള്ളം വക്കോളം നിറച്ചു. വെള്ളം വീഞ്ഞായി തീർന്നു. അത് ഏറ്റവും രുചികരവുമായി തീർന്നു. അങ്ങനെ യേശു ഗലീലയിലെ കാനായിൽ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ചു. കുരിശിന്റെ വഴിയെ നിന്റെ കുരിശിന്റെ വഴിയെ എന്റെ കുരിശുമേടും ഇതാ ഞാനും വന്നണഞ്ഞിടുന്നു. എന്റെ ക്ലേശങ്ങളിൽ നീറുന്ന വേദനകൾ എന്റെ കുരിശുമേടും ഞാനും നിന്റെ കുരിശിന്റെ വഴിയെ വന്നിടുന്നു. സ്നേഹം ചോരയ ചിന്തിടുന്നു. സ്വരം കനൽ പോലിടുമ്പോൾ മിഴികൾ നിറഞ്ഞു തുളുമ്പിടുമ്പോൾ അഭയമേകുന്നൊരു കുരിശിൻ ചുവട്ടിൽ എന്റെ കുരിശുമേടുത്തിത വന്നിടുന്നു. നിന്റെ കുരിശിന്റെ വഴിയെ നിന്നിടുന്നു. നിന്റെ കുരിശിന്റെ വഴിയെ എന്റെ കുരിശുമേടുത്തിത ഞാനും വന്നണഞ്ഞിടുന്നു. മൈ ബെസ്റ്റ് ഫ്രണ്ട്. അധ്യയന വർഷത്തിൻ്റെ അവസാനം ആരെക്കുറിച്ച് എഴുതണമെന്ന ആശയക്കുഴപ്പത്തിലായിരുന്നു ഞാൻ. എന്നാൽ പിന്നെ അവനെപ്പറ്റി തന്നെ ആകട്ടെ, അതെ, അവൻ എനിക്കെല്ലാമാണ്. ഇന്നലകളെ പുൽകി കടന്നു പോകാൻ വന്ന വെറുമൊരു മാരുതനായിരുന്നില്ല. അവനെക്കുറിച്ച് കൂടുതൽ അറിയും തോറും ഞാൻ അവനിലേക്ക് ആഴ്ന്നിറങ്ങുകയായിരുന്നു. അറിയും തോറും ഉള്ളിൽ അത്ഭുതം കൂട്ടുന്ന ആഴക്കടലിൻ്റെ പേരാണവന്. ഇനിമേൽ നിങ്ങൾ 2 1 മൂന്നാമതൊരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാതിരിക്കട്ടെ എന്ന വചനം പല ആവർത്തി കേട്ടിരിക്കുന്നു. എങ്കിലും ഞങ്ങളുടെ ജീവിതത്തിലെന്നും ആ മൂന്നാമന് വലിയ സ്ഥാനം നൽകിയിരുന്നു. ആ വാക്കുകളൊക്കെയും ജീവിതത്തിൻ്റെ ഹൃദയസ്പന്ദനമായിരുന്നു. ജീവിതത്തിലെ ഒരു സുപ്രധാന തീരുമാനവും അവനോട് ചോദിക്കാതെ എടുക്കുവാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. സന്തോഷത്തിലും സന്താപത്തിലും തകർച്ചയിലും തളർച്ചയിലും എന്നെ കൈപിടിച്ചു വരുത്തുന്ന ഒരു നല്ല സുഹൃത്ത്.
വെറും സുഹൃത്തു മാത്രമായിരുന്നോ? ഇല്ല, അതിനപ്പുറം എനിക്കും നിനക്കുമിടയിൽ എന്തോ ഒന്ന്. നിന്നെക്കുറിച്ച് എഴുതാതിരുന്നപ്പോഴും എൻ്റെ ഉള്ളിൽ നീയായിരുന്നു. നിന്റെ തണലിൽ ചേക്കേറാൻ എൻ്റെ മനസ്സ് വിങ്ങുന്നുണ്ടായിരുന്നു. ചിന്തയുടെ അഫ്രപാളികൾക്കിടയിലൂടെയുള്ള ഒരു നീഴൊഴുക്കായിരുന്നു. മനസ്സിന് കുളിരായി പെയ്തിറങ്ങുകയായിരുന്നു. വഴിയടഞ്ഞ ജീവിത വീഥികളിൽ വഴിദീപമായി നീ എന്നെ നയിച്ചു. ജീവിതയാത്രയിൽ ഞാൻ ഒരിക്കലും തനിച്ചായിരുന്നില്ല. കുട്ടിക്കാലത്തെന്നോ എൻ്റെ മാതാപിതാക്കൾ നിന്നെ എൻ്റെ കൈകളിൽ ചേർത്ത് വച്ച ആ ധന്യ നിമിഷം, ആ പുണ്യദിനത്തിൻ്റെ സുഖം ഞാനിന്നറിയുന്നു. എൻ്റെ കണ്ണുകളിൽ കാഴ്ച വിരിയുന്നിടത്തോളം കാലം ഞാനും നീയും ഏകനല്ല. എൻ്റെ കാഴ്ചകളിൽ നന്മയുടെ വെള്ളിവെളിച്ചം വിതറുന്ന അവനെ ഞാൻ പരിചയപ്പെടുത്തട്ടെ. അത് മറ്റാരുമല്ല, മനുഷ്യരൂപം പുൽകിയ വചനം. എസ്, ഹീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ഫോർ എവർ. ലോകത്തിൻ്റെ അമ്മ. അമ്മ എന്നുള്ളൊരു രണ്ടക്ഷരത്തിൽ ലോകമെന്നുള്ളൊരു രണ്ടക്ഷരം ചേർക്കുന്നു. കരുണയ്ക്കായി കീഴുന്ന മക്കൾ തൻ മുന്നിൽ കാരുണ്യം തൂകുന്ന അമ്മ നീയേ. കരുണയ്ക്കായി കീഴുന്ന മക്കൾ തൻ മുന്നിൽ കാരുണ്യം തൂകുന്ന അമ്മ നീയേ. എന്നമ്മ നിന്നമ്മ നമ്മുടെ അമ്മ, ഈ ലോകർക്കെന്നും അമ്മ നീയേ. എന്നമ്മ നിന്നമ്മ നമ്മുടെ അമ്മ, ഈ ലോകർക്കെന്നും അമ്മ നീയേ. താതനെ ഈ ഭൂവിൽ തന്നോരമ്മേ, താതൻ്റെ അമ്മയ ദൈവമാതേ. യാചിക്കും യാചന കേട്ടിടണം, താതനോടെന്നും നീ യാചിക്കണം. താതനെ ഈ ഭൂവിൽ തന്നോരമ്മേ, താതൻ്റെ അമ്മയ ദൈവമാതേ. യാചിക്കും യാചന കേട്ടിടണം, താതനോടെന്നും നീ യാചിക്കണം. എന്നമ്മ നിന്നമ്മ നമ്മുടെ അമ്മ, ഈ ലോകർക്കെന്നും അമ്മ നീയേ. എന്നമ്മ നിന്നമ്മ നമ്മുടെ അമ്മ, ഈ ലോകർക്കെന്നും അമ്മ നീയേ. കർത്താവിൻ ദാസിയായി തീർന്നോരമ്മേ, കർത്താവിൻ ദാസരെ കാത്തിടണേ. കീഴുന്ന മക്കൾ തൻ താഴ്മകളൊക്കെയും താഴ്മയോടെന്നും നീ കേട്ടിടണം. കർത്താവിൻ ദാസിയായി തീർന്നോരമ്മേ, കർത്താവിൻ ദാസരെ കാത്തിടണേ. കീഴുന്ന മക്കൾ തൻ താഴ്മകളൊക്കെയും താഴ്മയോടെന്നും നീ കേട്ടിടണം. എന്നമ്മ നിന്നമ്മ നമ്മുടെ അമ്മ, ഈ ലോകർക്കെന്നും അമ്മ നീയേ. എന്നമ്മ നിന്നമ്മ നമ്മുടെ അമ്മ, ഈ ലോകർക്കെന്നും അമ്മ നീയേ. ചമയങ്ങളില്ലാതെ മനുഷ്യജീവിതം അത് ഹ്രസ്വമാണ്. ജീവിക്കണം കലർപ്പില്ലാതെ തന്നെ. അടുത്തു നിൽക്കുന്നവൻ്റെ കണ്ണുകളിലേക്ക് നോക്കണം. ആ കാഴ്ചയുടെ വികാരങ്ങളെ വായിച്ചെടുക്കുവാൻ കഴിയണം. തുടിക്കുന്ന ഹൃദയത്തിന് സ്വരം ശ്രവിക്കണം. എൻ്റെ കൂടെ നടക്കുമോ എന്ന് കേൾക്കുന്നവനോടുകൂടെ 1 മൈൽ നടക്കണം. ഒരു കാര്യം പറയട്ടെ എന്ന് കേൾക്കുന്നവനോടിരുന്ന് ജീവിതകഥ മുഴുവൻ കേൾക്കണം. ആ ഭാരത്തിന് ചുവട് താങ്ങുവാൻ ആരൊക്കെയോ ഉണ്ടെന്ന്
ആ മനസ്സിൽ തോന്നണം. ഇന്നെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ എന്ന് കേൾക്കുന്നവന് വേണ്ടി ഒരായുസ് മുഴുവൻ പ്രാർത്ഥനയിൽ ഓർക്കണം. സുഖമല്ലേ, ഇപ്പോഴാണോ വരുന്നത് എന്നൊക്കെ ചോദിക്കണം. ഇതൊക്കെ ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടെന്ന് ആ മനസ്സ് ആശ്വസിക്കണം. വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ഊർജം പകരണം. സ്വന്തം ജീവിതം കൊണ്ട് ഒരാളിലെങ്കിലും വെളിച്ചം വിതറുവാൻ ചമയങ്ങളില്ലാതെ നിങ്ങളുടെയും എൻ്റെയും മുഖം ഒരാളെങ്കിലും ഓർക്കുകയാണെങ്കിൽ ജീവിതം ധന്യം. ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം, ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം, ഞാൻ നിന്റെ പാതയിൽ എന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം. ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം, ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം, ഞാൻ നിന്റെ പാതയിൽ എന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഞാൻ നിന്നെ സ്നേഹിക്കും ദൈവം, ഞാൻ നിന്നെ പാലിക്കും ദൈവം, ഞാൻ നിന്നെ സ്നേഹിക്കും ദൈവം, ഞാൻ നിന്നെ പാലിക്കും ദൈവം. ഞാൻ നിന്റെ മുറിവുകൾ സൗഖ്യപ്പെടുത്തും സുരജീവദായകൻ ദൈവം. ഞാൻ നിന്റെ മുറിവുകൾ സൗഖ്യപ്പെടുത്തും സുരജീവദായകൻ ദൈവം. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഞാൻ നിന്നെ ലാളിക്കും ദൈവം, ഞാൻ നിന്നെ ശാസിക്കും ദൈവം, ഞാൻ നിന്നെ ലാളിക്കും ദൈവം, ഞാൻ നിന്നെ ശാസിക്കും ദൈവം. ഞാൻ നിന്റെ കണ്ണീർ തുടച്ചെന്നും നിന്നെ ആശ്വസിപ്പിച്ചിടും ദൈവം. ഞാൻ നിന്റെ കണ്ണീർ തുടച്ചെന്നും നിന്നെ ആശ്വസിപ്പിച്ചിടും ദൈവം.
ഭയപ്പെടേണ്ട മകനെ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയെ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം, ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം, ഞാൻ നിന്റെ പാതയിൽ എന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം. ഭയപ്പെടേണ്ട മകനെ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയെ, ഞാൻ നിന്റെ കൂടെയില്ലേ. കരയരുതേ ഇനി എൻ കൺമണിയെ, ഞാൻ നിന്റെ കൂടെയില്ലേ. ക്രിസ്തുവിൻ വികാരിയായി ഭൂതലത്തിലാകവേ നിസ്തുല പ്രകാശമേകി ധാർമ്മിക പ്രഭാവനായി സത്യധർമ്മ നീതിയാർന്ന് ധീരധീരനായി മുതാ വാണിടുന്നു പാപ്പ എന്നും വാഴ്ക വാഴ്ക ഭൂതലേ. ക്രിസ്തുവിൻ വികാരിയായി ഭൂതലത്തിലാകവേ നിസ്തുല പ്രകാശമേകി ധാർമ്മിക പ്രഭാവനായി സത്യധർമ്മ നീതിയാർന്ന് ധീരധീരനായി മുതാ വാണിടുന്നു പാപ്പ എന്നും വാഴ്ക വാഴ്ക ഭൂതലേ. വാണിടുന്നു പാപ്പ എന്നും വാഴ്ക വാഴ്ക ഭൂതലേ.